ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. തൃശൂൽ അവരത്രക്കാരല്ല. ചുമ്മാതിരിക്കും. മരണ വീട്ടിൽ കിടന്ന് ഇങ്ങനെ ബഹളം ഉണ്ടാക്കിയ നാട്ടുകാരെന്ത് പറയും? ഇവിടുന്ന് പോകാൻ നോക്ക്. ഇപ്പൊ പോയിക്കോ. എന്നാൽ ഒരു കാര്യം മറക്കണ്ട, വെറുതെ എന്റെ ശിവാനിയുടെ അസ്ഥി ഒഴിക്കൽ മാത്രം സമാധാനം കിട്ടില്ല എനിക്ക്. അവളുടെ മരണത്തിന് കാരണക്കാരായ എല്ലാവരെയും കൊന്നാൽ മാത്രമേ അവളുടെ മനസ്സിന് ശാന്തി ലഭിക്കൂ. തൃശൂൽ, നീ ഒന്നും മിണ്ടായിരിക്കും. എല്ലാരും വന്നേ. അവൾ മരിച്ച വിഷമത്തിൽ അവന് ഓരോന്ന് പറയാം. വരാൻ. അലമോനെ തൃശൂൽ, നിന്റെ അച്ഛന്റെ കൂട്ടുകാരോട് തന്നെ നീ ഇങ്ങനെ സംസാരിച്ച എങ്ങനെ ശരിയാവും? മരിച്ചുപോയ ആള് നിനക്ക് വളരെ വേണ്ടപ്പെട്ടതായിരിക്കാം എന്ന് കരുതി എല്ലാവർക്കും കരയാൻ പറ്റൂ? അവര് ചിലപ്പോ മറ്റേതെങ്കിലും കാര്യം ഓർത്ത് ചിരിച്ചതായിരിക്കാം. ഇല്ല, ഇവരെല്ലാവരും ശിവാനിയുടെ മരണത്തിന് ഉറപ്പായിട്ടും കാരണക്കാരാ. കാരണം ഇവരെല്ലാം ഒരേ ഗ്യാങ് തന്നെയാ. അതിലെന്റെ അച്ഛനും ഒരാള്. ഗുരുക്കളെ, 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 അപകടം അപകടം വരാനിരിക്കുന്നു. എന്ത് സംഭവിച്ചു? ദിഗ്വിജയന്റെ മകന് നമ്മളുടെ മേൽ സംശയം തോന്നിയിരിക്കുന്നു. അവന്റെ ഭാര്യയുടെ മരണത്തിന് നമ്മളാണ് കാരണക്കാരെന്നാ പറയുന്നത് ഗുരുക്കളെ. അവന്റെ ഭാര്യയുടെ മരണത്തിന് ആ ഭൂപതി കാരണമായതുകൊണ്ട് അവന്റെ കൂട്ടുകാരായ ഞങ്ങളും ഈ കൊലപാതകത്തിന് ഞങ്ങൾക്കും പങ്കുണ്ടെന്ന് പറഞ്ഞാണ് സ്വാമിജി അവൻ വഴക്കിടുന്നത്. ദുഃഖത്തിനോടൊപ്പം സംശയം ചേരുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്നതാണ്. തന്റെ ഭാര്യയുടെ മരണത്തിന് ഭൂപതിയാണ് കാരണമെന്നവന് മനസ്സിലായി. നിങ്ങൾ ഇരുവരും ചേർന്ന് അവന്റെ ഭാര്യയെ ശല്യപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടോ? അയ്യോ അയ്യോ, ഇല്ല ഗുരുക്കളെ. ഞങ്ങൾ അവളെ ശല്യം ചെയ്യേണ്ട കാര്യം എന്താ? ഈ ഭൂപതി തന്നെ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അറിയുന്നത് ഇങ്ങനത്തെ ഒരുത്തനായിരുന്നെന്ന്. പിന്നെ എന്തിനാണ് നിങ്ങൾക്ക് ഭയം? ഗുരുക്കളെ, ഇതെന്താണ് എന്റെ ഗുരുക്കളെ? അവൻ ഞങ്ങളെ കൊല്ലുമെന്ന് വെല്ലുവിളിച്ചിട്ടും ഞങ്ങളുടെ സമാധാനമായിട്ടിരിക്കാൻ അതൊന്നും നടക്കത്തില്ല. അത് മാത്രമല്ല, ഈ ഭൂപതിയുടെ മരണകാരണം തേടിപ്പോയാൽ ഞങ്ങൾ നാഗമാണിക്യത്തിന്റെ പുറകെ നടക്കണമെന്ന് എല്ലാരും അറിയില്ലേ? അതറിഞ്ഞാൽ മൊത്തം പ്രശ്നങ്ങളായല്ലോ ഗുരുക്കളെ. എന്ത് പ്രശ്നമുണ്ടാകാൻ? അവളുടെ മരണത്തിൽ നിങ്ങൾക്ക് പങ്കില്ലെങ്കിൽ പിന്നെ ഭയക്കുന്നത് എന്തിനാ? വെറുതെ ഭയപ്പെട്ടാൽ ആ ഭയം നിങ്ങളിൽ അപായമുണ്ടാക്കും. ചെല്ല്. ഭൂപതിയോടുള്ള സംശയം കാരണം തൃശൂലിന് ഇവരോട് സംശയം തോന്നിയിരിക്കുന്നു. ആ സംശയം ഇനി എന്നിലേക്ക് വിരൽ ചൂണ്ടുന്ന അവസ്ഥയിലെത്തുമോ? ശിവാനി, തൃശൂൽ, എനിക്കറിയാം ശിവാനി, നീ ഇവിടെ എന്റെ കൂടെ തന്നെ എവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഞാൻ നിന്റെ അടുത്ത് തന്നെ നിൽക്കുക. എന്നെ ഒന്ന് നോക്ക് തൃശൂൽ. കരയില്ലേ നീ? എത്ര വലിയ പാപിയാ ഞാൻ. അന്ന് തന്നെ ഞാൻ വഴക്ക് പറഞ്ഞു. എന്റെ കൺമുന്നിൽ നീ വരാൻ പാടില്ലെന്ന് പറഞ്ഞു.
എന്റെ അടുത്തും തന്നെ ഞാൻ ആട്ടി ഓടിച്ചില്ലേ? ഞാൻ എന്ത് തന്നെ ചെയ്തിട്ടും ഇല്ല തൃശൂൽ, ഒരു കാരണവശാലും നിന്നെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ലെന്ന് പറഞ്ഞ് എന്റെ കാല് വീണ് കരഞ്ഞില്ലേ നീ? പക്ഷെ ഇത്ര പെട്ടെന്ന് നീ എന്നെ വിട്ടു പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഞാനിപ്പോ പറഞ്ഞ വാക്കുകളെല്ലാം തിരിച്ചെടുക്കാൻ ശിവാനി. പ്ലീസ് എന്റെ അടുത്തേക്ക് തിരിച്ചു വാ നീ. ഞാൻ എവിടെയുണ്ട്? നിന്റെ കൺമുന്നിൽ തന്നെയുണ്ട്. നീ എന്നെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. നീ മറ്റേതോ ലോകത്ത് നിന്ന് വന്നിട്ട് 24 വർഷക്കാലം എന്നെ തേടി അലയായിരുന്നില്ലേ? എന്നെ കണ്ടെത്തി എനിക്ക് വേണ്ടിയാണ് വന്നതെന്ന് നീ പറഞ്ഞില്ലേ? എന്നിട്ട് ഇപ്പോഴെന്താ നീ എന്റെ കൺമുന്നിൽ വരാത്ത? വേഗം വാ ശിവാനി. ഞാൻ വന്നിരിക്കുകയാണ് തൃശൂർ. ഇവിടെ തന്നെയുണ്ട്. പക്ഷെ നിനക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് മാത്രം. ദൈവത്തിന് മരണമില്ലാന്ന് പറയാറുണ്ട് നീ. നീയോ ദൈവ കന്യകയാണ് ശിവാനി. എന്നിട്ട് നീ എന്നെ വിട്ട് പോയത് എന്തിനാ? എന്നോട് അത്രമാത്രം ദേഷ്യമാണ് നിനക്ക്? ഇല്ല, നിന്നോട് എനിക്ക് ഒരു ദേഷ്യമില്ല. എനിക്ക് എന്നോട് തന്നെയാണ് ദേഷ്യം. അന്ന് ഞാൻ അങ്ങനെ ഒരു തെറ്റായ തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നല്ലോ. തെറ്റെന്റേത് മാത്രമാ. നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ശിവാനി. എല്ലാ തെറ്റും എന്റെ ഭാഗത്താ. നിന്നെ എത്ര വിളിച്ചാലും നീ വരില്ല. അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തിയിരിക്കാം. എന്റെ ഈ ജീവിതം ഞാൻ നിന്റെ ഓർമ്മയിൽ തന്നെ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവാ. ഒറ്റയ്ക്ക് ജീവിക്കാൻ പോവാ ശിവാനി. അതിനുവേണ്ടി ഞാൻ ദൂരേക്ക് എവിടേക്കെങ്കിലും പോവും. ദൂരേക്കെന്ന് വെച്ചാലേ ഒരുപാട് ദൂരേക്ക്. ഇതുവരെ ഞാനും നീയും ഒരുമിച്ചുണ്ടായ എല്ലാ സന്തോഷകരമായ ദിവസങ്ങളും അതെല്ലാം വീണ്ടും എനിക്ക് ഓർത്തോർത്ത് ജീവിക്കുന്ന ശിവാനി. അത് മാത്രം മതി എനിക്ക്. ഈ ജീവിതം തന്നെ മതിയായി ഗുരുദേവ. 3 ദിവസത്തിൽ ഒരിക്കൽ രക്തം കിട്ടിയില്ലെങ്കിൽ അങ്ങേക്ക് അറിയാമല്ലോ, എന്റെ യൗവനം, എന്റെ ജീവിതം, എന്റെ ജീവൻ എല്ലാം തന്നെ അവസാനിക്കുന്നതാണ്. ഇതിനൊരു ശാശ്വത പരിഹാരം പറഞ്ഞു തരൂ ഗുരുദേവ. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട്. അതെന്ത് പരിഹാരമാണ് ഗുരുദേവ? ഗന്ധർവ രൂപത്തിലുള്ള ഒരു മനുഷ്യനുണ്ട്. അവന്റെ തോളിൽ നാഗരൂപത്തിലുള്ള ഒരു അടയാളമുണ്ട്. ഈ അടയാളമുള്ളവനെ നീ വിവാഹം കഴിച്ചാൽ അവന്റെ കൂടെ നീ ജീവിക്കുകയാണെങ്കിൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. കൃഷ്ണൻ, എന്താണിത്? എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിച്ചു. സംഭവിക്കേണ്ടത് സംഭവിച്ചെന്ന് പറയുമ്പോ അതെന്താണെന്ന് തെളിച്ചു പറയൂ കൃഷ്ണേ. ദാക്ഷായണി, 3 ദിവസം കൂടുമ്പോൾ ഞാൻ രക്തദാഹിയാവാറില്ലേ? ആ പ്രശ്നത്തിന് പരിഹാരം കിട്ടി. അതെയോ? എങ്ങനെ? എപ്പോ? തോളിൽ നാഗരൂപത്തിൽ അടയാളമുള്ള പുരുഷനെ ഞാൻ കല്യാണം കഴിച്ചാൽ എന്റെ ശാപങ്ങളെല്ലാം മാറുമെന്ന് ഗുരുദേവൻ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഒരു ഗന്ധർവനെ ഈ വീട്ടിൽ തന്നെ ഞാൻ കണ്ടു. എന്താ സത്യമാണോ ഈ പറയുന്നേ? സ്വപ്നം കണ്ടല്ലോ? അയ്യോ ദാക്ഷായണി, ഞാൻ ഈ പറഞ്ഞത് സത്യമാണ്. വാ ദാക്ഷായണി, ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് നോക്ക്. നോക്ക് ദാക്ഷായണി, തോളിലുള്ള ആ അടയാളം നോക്കൂ. അത് നാഗരൂപമായി തന്നെയല്ലേ കാണുന്നത്? നോക്ക് ദാക്ഷായണി. നീ നാഗമാണിക്യത്തിനായി വന്നതാണ്. ഞാൻ നിന്നെ സഹായിക്കാനും. ഇതെല്ലാം ഒരു നിമിത്തമാണ്. നിന്നെ സഹായിക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ എനിക്കിത് ലഭിക്കില്ലായിരുന്നു. കൃഷ്ണേ, ഇവൻ ദിഗ്വിജയന്റെ മകനാണ്. ഇവൻ ആരുടെ മകനാണ് എന്നതല്ല മുഖ്യം. അവന്റെ തോളിലെ നാഗരൂപത്തിലുള്ള അടയാളമാണ് മുഖ്യം. അവനെ ഞാൻ കല്യാണം കഴിച്ചാൽ
എനിക്ക് എന്റെ ശാപത്തിൽ നിന്ന് മുക്തി കിട്ടും. പക്ഷേ ഇവന്റെ കല്യാണം കഴിഞ്ഞു പോയതല്ലേ? പക്ഷേ അവന്റെ ഭാര്യ ജീവനോടെ ഇല്ലല്ലോ. ജീവിച്ചിരിപ്പില്ലാത്ത ഭാര്യ ഓർത്ത് കഴിയുന്ന ഇവൻ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുമോ കൃഷ്ണേ? സമ്മതിപ്പിക്കണം. ആരെ? ദിഗ്വിജയനെ. വരൂ. സോറി, നാഗറാണി മരിച്ചു പോയതുകൊണ്ട് നാഗമാണിക്യം നൽകാൻ എനിക്കായില്ല. നാഗമാണിക്യം കണ്ടുപിടിച്ചു തരാമെന്നും അതിനുള്ള സഹായങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞതുമൊക്കെ ദാക്ഷായണിയോട്, എന്നോടല്ല. നിനക്ക് ഈ രൂപം കിട്ടിയപ്പോൾ നീ എനിക്കൊരു വാക്കു തന്നിരുന്നു, ഓർമ്മയില്ലേ? നിനക്ക് എന്ത് വേണോന്ന് ചോദിച്ചപ്പോ സമയമാകട്ടെ ചോദിക്കാന്നല്ലേ പറഞ്ഞത്? ആ സമയം ആഗതമായിരിക്കുന്നു. നിനക്ക് എന്താ വേണ്ടത്? എന്റെ ഭർത്താവായിട്ട് നിന്റെ മകനെ വേണം. എന്റെ മകൻ നിന്നെ കല്യാണം കഴിക്കണമെന്ന് അതിന് ഞാൻ സമ്മതിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വേണ്ട, അതൊട്ടും ശരിയാവില്ല. എനിക്കും പറയാനുള്ളത് അത് തന്നെയാണ് ദിഗ്വിജയ. ഈ വീട്ടിൽ രക്തവും മജ്ജയും മാംസവും ഉള്ള പെൺകുട്ടികളുണ്ടെന്ന് ഓർമ്മ വേണം. എന്നെ ഞാനാക്കരുത്. നീ തന്ന വാക്ക് പാലിക്കുന്നത് വരെ മാത്രമേ എന്റെ വാക്കിനും വിലയുള്ളൂ. എനിക്ക് നിന്റെ മകനെ വേണം. അവനെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരണം. ഇല്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മരണം നീ കാണേണ്ടി വരും. നിന്റെ മകനെ എനിക്ക് തന്ന ആശീർവദിക്കുന്നുവോ, അതോ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും അന്ത്യസംസ്കാരം നടത്തണോ? നീ ആലോചിച്ച് തീരുമാനിക്ക്. ഞങ്ങളുടെ ശക്തിയെക്കുറിച്ച് നിനക്ക് സംശയമൊന്നുമില്ലല്ലോ? വേണ്ട, എടുത്തു ചാടണ്ട. ഇപ്പൊ എന്റെ വീട്ടുകാർ മാത്രം ശല്യം ചെയ്യരുത്. ശല്യം ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നിന്റെ മകനെ എനിക്ക് തരണം. ആയിക്കോട്ടെ, പക്ഷെ കുറച്ചു ദിവസം കഴിയട്ടെ, ഞാൻ സംസാരിക്കാം. കുറച്ച് ദിവസമല്ല, ഒരു ക്ഷണം പോലും താമസിക്കാൻ പാടില്ല ദിഗ്വിജയ. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ കാര്യം വീട്ടുകാരോട് പോയി സംസാരിക്കൂ. ഇപ്പോൾ തന്നെയോ? അതെ, അടുത്ത 2 ദിവസത്തിനുള്ളിൽ എന്റെയും അവന്റെയും കല്യാണം നടന്നിരിക്കണം. അതെങ്ങനെ സാധിക്കാനാ? നടന്നിരിക്കണം. നീ നിന്റെ വീട്ടുകാരോട് സംസാരിക്ക്. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടേക്ക്. ആദ്യം നിന്റെ മകന്റെ ഭാര്യയുടെ അസ്ഥി ഒഴുക്കിക്കളയണം. അതിവിടെ ഇരിക്കുന്നിടത്തോളം നിന്റെ മകന്റെ മനസ്സ് മാറാൻ പോകുന്നില്ല. അവനറിയാതെ അത് വെള്ളത്തിൽ ഒഴുക്കിക്കളയുക. ശരി. നീ അവളുടെ അസ്ഥി ഇവിടെ നിന്നും കൊണ്ടുപോയി പശ്ചിമവാഹിനിയിൽ നിമഗ്നമാക്കണം. അമ്മേ, അച്ഛാ, അങ്കിള്, മുത്തശ്ശി, എല്ലാവരും ഇവിടേക്കൊന്ന് വന്നേ. എന്തടാ, എന്തു പറ്റി? ശിവാനിയുടെ അസ്ഥി അവിടെ കാണുന്നില്ല. അവിടെ തന്നെ ഇല്ലേടാ. നന്ദീശ, പുറത്ത് അസ്ഥിതറ പണിതപ്പോഴെങ്ങാനും നീ അതെടുത്തായിരുന്നോ? ഇല്ല. മുത്തശ്ശിയെങ്കിലും കണ്ടിരുന്നോ? അമ്മേ, എന്താ ഇത് ആരോട് ചോദിച്ചാലും ഇല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ?
എനിക്കിന്ന് ശിവാനിയെ രക്ഷിക്കാനായില്ല. അറ്റ്ലീസ്റ്റ് അസ്ഥിയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നില്ലേ? ശിവാനിയുടെ അസ്ഥി എവിടെ പോയി? അത് ആരെടുത്തുകൊണ്ട് പോയി? ഞാനാ എടുത്തോണ്ട് പോയത്. എങ്ങോട്ടേക്ക് എടുത്തോണ്ട് പോയി? നിങ്ങളോടാണ് ഈ ചോദിക്കുന്നത്. എവിടേക്ക് എടുത്തോണ്ട് പോയി? അത് ഞാൻ കൊണ്ടുപോയി നിമഞ്ജനം ചെയ്തു. എന്തിനാ അങ്ങനെ ചെയ്ത്? അത് ഞാൻ എന്റെ കൈകൊണ്ട് ചെയ്യാനിരുന്ന കാര്യമായിരുന്നു. നിങ്ങൾ എന്തിനാ ചെയ്തേ? അത് ഞാൻ ചെയ്താൽ മാത്രമേ ശിവാനിക്ക് സന്തോഷം ലഭിക്കൂ. എന്തുകൊണ്ടാണ് നിങ്ങളത് ചെയ്തേ? നോക്ക് തൃശൂർ, നീ രാത്രി പറഞ്ഞില്ലേ അവളുടെ ആത്മാവ് ഇവിടെ അലഞ്ഞു നടക്കുകയാണ്. ആ വാക്ക് കേട്ടപ്പോ എന്റെ മനസ്സാകെ തളർന്നുപോയി. ഈ വീട്ടിലെ മരുമകളുടെ ആത്മാവ് എവിടെയോ നിന്നിങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുക. അത് ഈ വീടിനത്ര നല്ലതല്ല. മാത്രമല്ല, ഈ സമയത്ത് നിന്നെ പുറത്തേക്ക് പറഞ്ഞയക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഒരു ശാസ്ത്രികളെ കൊണ്ട് വിധിവിധാനങ്ങൾക്കനുസരിച്ച് ഞാൻ തന്നെ അത് നടത്തി. ഇപ്പൊ അവളുടെ ആത്മാവിന് ശാന്തി ലഭിച്ചു കാണും. തെറ്റാണ് നിങ്ങൾ ചെയ്തത്. പക്ഷേ എനിക്കത് ശരിയായിട്ട് തോന്നി. മരിച്ചുപോയവരുടെ ഓർമ്മയിൽ ജീവിച്ചിരിക്കുന്നവർ ഒരിക്കലും വേദനിക്കാൻ പാടില്ല. ഓഫ് കോഴ്സ്, നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും വേദനയൊക്കെ എനിക്ക് മനസ്സിലായി. ഇൻഫാക്ട് ഞാൻ ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അതൊക്കെ തന്നെയാണ് ഞാനും ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കാറില്ല. നാശമായി പോട്ടെ. എന്റെ ഒപ്പുള്ളവരൊക്കെ സന്തോഷമായിരിക്കട്ടെ എന്ന് കരുതി അതും നടക്കുന്നില്ല. ഏതൊക്കെയോ പാപികളും എന്റെ ശിവാനിയെ കൊന്നുകളഞ്ഞു. അവൾ മരിച്ചു കഴിഞ്ഞിട്ടും അവളുടെ അവസാന കർമ്മങ്ങൾ പോലും ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഇനിയുള്ള എന്റെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അർഹത എനിക്കില്ലേ? ഇല്ലേ എന്ന്? തൃശൂൽ, നിന്റെ സന്തോഷം തന്നെയാണ് എനിക്ക് വലുത്. അതിന് മറ്റൊരു പരിഹാരം എന്റെ കയ്യിലുണ്ട്. എന്ത് പരിഹാരം അത്? തൃശൂലിന് മറ്റൊരു വിവാഹം ആലോചിക്കണം. അതെ, നിന്റെ കല്യാണക്കാര്യത്തെക്കുറിച്ച് ഞാനും ദാക്ഷാനിയും തമ്മിൽ സംസാരിച്ചു. നമ്മുടെ കൃഷ്ണയില്ലേ, അതായത് ദാക്ഷായനിയുടെ ജ്യേഷ്ഠന്റെ മകൾ, നിങ്ങളുടെ കല്യാണക്കാരിയെ സംസാരിച്ചത്. നീ ഒന്ന് സമ്മതം മൂളിയാ മതി. അവള് വേണ്ടെന്ന് പറയില്ല. കാരണം എന്താന്ന് വെച്ചാ അവളൊരിക്കലും എന്റെ വാക്ക് കേൾക്കാതിരിക്കില്ല. നിങ്ങളെന്താ പറയുന്നത്? നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? എന്തെങ്കിലും പറയുമ്പോൾ അത് ആലോചിച്ചു എന്നിട്ട് തന്നെയാ പറഞ്ഞത്. നോക്കു തൃശൂൽ, നീ ഈ കുടുംബത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കേണ്ട ആളാണ്. നിന്റെ ചുറ്റുമുള്ളവരെല്ലാം നിന്നെ സ്നേഹിക്കുന്നവരാ. നീ ഇങ്ങനെ നഷ്ടപ്പെട്ടവളെ ഓർത്ത് വേദനിച്ചുകൊണ്ടിരുന്ന നിന്റെ ചുറ്റുമുള്ളവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും. നീ എന്തൊക്കെയാണോ ഈ പറയുന്നത്? ഒരു മരണം നടന്ന വീടല്ലേ, ഈ സമയത്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്? എന്താ ഇത്? ഈ സമയത്ത് ഇങ്ങനൊരു കാര്യം സംസാരിക്കുന്ന തന്നെ തെറ്റ്. മരണം കഴിഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കല്യാണം ആലോചിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? നാട്ടുകാരെന്ത് പറയും?